ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ഫോണിൽ നമ്മളറിയാതെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാളായിട്ട് ഇൻസ്റ്റാളായിട്ട് നമ്മൾ ഫോണ് ടോട്ടലി കൺട്രോൾ ചെയ്യുന്നുണ്ടോ, അഥവാ നമ്മുടെ ഡാറ്റാസ് ചോർത്തുന്നുണ്ടോ, നമ്മുടെ ബാങ്കിൻ്റെ എന്താ പറയുക, പിൻ നമ്പർ, ഗൂഗിൾ പേ പിൻ നമ്പർ, അതേപോലെ അക്കൗണ്ട് നമ്പർ, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസ്, നമ്മൾ ഒരുപാട് കാര്യങ്ങളാണ് നമ്മളെ ഫോണിലുള്ളത്. അങ്ങനെ എല്ലാം ചോർത്തുന്നുണ്ടോ, അങ്ങനെ നമ്മുടെ ഡാറ്റാസ്, ഫോട്ടോ വീഡിയോ അതൊക്കെ ചോർത്തുന്നുണ്ടോ, അതൊക്കെ ചെക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ. അത് ചെക്ക് ചെയ്തിട്ട് എവിടെയാണ് ഇത് ചെക്ക് ചെയ്യേണ്ടത്, ഏതൊക്കെ ആപ്ലിക്കേഷനാണ് നമ്മളത് ശ്രദ്ധിക്കേണ്ടത്, നമ്മളറിയാതെ നമ്മളിപ്പോൾ ഈ ഫോണിൽ ഇങ്ങനെ ഈ കാണുന്നതൊക്കെ ആപ്ലിക്കേഷനാണ്. പക്ഷേ ഇതൊക്കെ നമ്മൾ അറിയുന്ന ആപ്ലിക്കേഷൻ, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്താണ്, അല്ലെങ്കിൽ ഈ കമ്പനി ഇത് ഫോണിലുള്ളതാണ്. പക്ഷേ ഇങ്ങനെ ഇല്ലാത്ത കുറേ ആപ്ലിക്കേഷൻ ഉണ്ടാവും നമ്മുടെ ഫോണിൽ. അത് അത് എവിടെയാണ് നമ്മൾ നോക്കുക? അത് നമ്മൾ നോക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് സെറ്റിങ്സ് എടുത്തിട്ട് അതിൽ ആപ്ലിക്കേഷൻ ആപ്പ് എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും. പക്ഷേ അതിൽ നമ്മൾ ഏതൊക്കെ ആപ്ലിക്കേഷനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്, നമ്മുടെ ഫോൺ കൺട്രോൾ ചെയ്യാൻ മാത്രം സെറ്റപ്പ് കൊടുത്തിട്ടുള്ളത് എന്നത് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാലൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മളത് എവിടെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്നാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തിട്ട് അത് എവിടെയാണ്, ഏതിലാണ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ഫോണിലും ഒരേപോലെ ആവില്ല. പല ഫോണും പല ഇതായിരിക്കും. ഇതിപ്പോൾ ഇനി മോട്ടോൻ്റെ ഫോണാണ്, ഇതിൽ എവിടെയാണ് കിടക്കുന്നത് എനിക്കറിയില്ല. പക്ഷെ എന്നാലും അത് നമുക്ക് ഇവിടെ സെർച്ച് ചെയ്യാൻ പറ്റും. ഇവിടെ സെർച്ചിങ്ങിൽ ഓപ്ഷൻ ഉണ്ട്, അതുകൊണ്ട് അവിടെ സെർച്ച് ചെയ്താൽ മതി. സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡിവൈസ് അഡ്മിൻ ആപ്സ്, ഇത് സെർച്ച് ചെയ്യാം. ഇതിങ്ങോട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ അടിയിൽ ഇങ്ങനെ കാണാൻ പറ്റും ഡിവൈസ് അഡ്മിൻ ആപ്പ്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും ഏതൊക്കെ ആപ്പിനാണ് നമ്മുടെ ഫോണിന് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തേക്കണേന്ന്. അപ്പോൾ ഇതിലിപ്പോൾ 3 ആപ്പാണുള്ളത്. ഒന്ന് ഫൈൻഡ് മൈ ഡിവൈസ്, ഒന്ന് മൈക്രോസോഫ്റ്റ് ലോഞ്ചർ, ഒന്ന് പാക്സ് അഡ്മിൻ. ഇതിൽ ഫൈൻഡ് മൈ ഡിവൈസാണ് നമ്മൾ ചെയ്യേണ്ടത്, ആക്റ്റീവ് ആക്കി വെക്കേണ്ടത്. പക്ഷേ എൻ്റേത് ആക്റ്റീവായി കിടക്കുന്നത് ഇപ്പോൾ മൈക്രോ ലോഞ്ചറാണ്. ഇത് ശരിക്കും ഞാനിത് ആക്റ്റീവ് ആക്കേണ്ട ആവശ്യമില്ല. അത് ആക്റ്റീവ് ആക്കിയിട്ടില്ലെങ്കിൽ ഫോണ് ഞാനത് ഡീആക്ടിവേറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇതിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻ നിങ്ങൾ നോക്കുക, നിങ്ങൾ ഇതേപോലെ ഏതെങ്കിലും ആക്ടിവേഷൻ ആക്കി വെച്ചിട്ടുണ്ടോയെന്ന്. ഇതിപ്പോൾ ഈ ഫോണിലാണ് ഇങ്ങനെ കാണിക്കുന്നത്. സാധാരണ ചില ഫോണിൽ അടിയിൽ എഴുതി കാണിക്കുമായിരിക്കും എന്തൊക്കെയാണ്, ഇവിടെ ജസ്റ്റ് ഇങ്ങനെ എഴുതി കാണിച്ചിട്ടുണ്ടാവും ആക്റ്റീവാണോ അല്ലേന്ന്. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ. പിന്നെ ഈ ഫൈൻഡ് മൈ ഡിവൈസ്, ഇത് നമ്മൾ ആക്റ്റീവ് ആക്കി വെക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോണ്, നമ്മൾ ഇതിലൊരു ജിമെയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫോണ് എവിടെയാണ്, നമ്മൾ ലൊക്കേഷൻ ഓൺ ആക്കി വെച്ചിട്ട് നമ്മുടെ ഫോൺ മിസ്സിംഗ് ആയി, ഫോണ് മിസ്സിംഗ് ആയപ്പോൾ നമ്മൾ ലൊക്കേഷൻ ഓണാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫോൺ എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതിനുള്ളൊരു ആപ്ലിക്കേഷനാണത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞത്. അപ്പോൾ എനിക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന്, നിങ്ങൾക്ക് അറിയാത്ത ഫോൺ യൂസ് ചെയ്തിട്ടും ഇങ്ങനെ കൂടുതൽ അറിയാത്ത ഫ്രണ്ട്സ് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ച് വീട്ടിൽ താമസിക്കുന്ന നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അവർക്കൊക്കെ അത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർ ചെക്ക് ചെയ്തിട്ട് നോക്കട്ടെ എന്തെങ്കിലും പ്രോബ്ലംസ് നമ്മുടെ ഫോണിലുണ്ടോ എന്നുള്ളത്. ഓക്കെ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.